ഗൈസ് ഈ പറയുന്നത് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനോടാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേണയൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ സ്വിഗ്ഗിയെ ഊക്കി വിടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതേപോലെ രണ്ട് സൈഡിൽ കൂടെയൊക്കെ വണ്ടികൾ കണ്ടില്ലേ. രാവിലെ റോഡ് നെയിം ഒന്നും ഇല്ല ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ രാവിലെ 5:40 ഇത് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇന്ന് ചെറിയൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, നമ്മൾ കുറച്ച് നേരത്തെ സ്വിഗ്ഗി ഇറങ്ങിയിട്ട്, അതായത് ഇപ്പോൾ പുലർച്ചെ ടൈമാണിതേ, ചുറ്റും വെട്ടം വെളിച്ചമൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ എങ്ങാണ്ട് ഒരു വീട്ടിൽ മാത്രമേ ലൈറ്റ് കത്തുന്നുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പോയിട്ട് ഇന്ന് അവിടെ രാവിലെയൊക്കെ ആരെങ്കിലും സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നുണ്ടോ, പലതും കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് ഫസ്റ്റ് ടൈം കൊടുത്തിരിക്കുന്നത് രാവിലെ 5:30 മണി മുതൽ 9 മണി വരെ ഒറ്റ ഷിഫ്റ്റായിട്ടാണ്. സോ ആ സമയത്ത് ആരെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇന്ന് നേരത്തെ വരേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. കാരണം എൻ്റെ ബോഡി നന്നായിട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പം കുനിയുമ്പോൾ പുറം വേദന, നടുവേദന, മുട്ടുവേദന, പിന്നെ 2 സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് കിതപ്പ് കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡി ഫുൾ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. ഈ ഉപ്പുചാക്കും പേറിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇത്രയും വലിയൊരു ഉപ്പുചാക്കും പേറിയാണ് ഞാൻ നടക്കുന്നത്. അപ്പം എനിക്ക് വൈകുന്നേരം വന്നിട്ട് പഴയ ബോക്സിംഗ് ക്ലാസ്സിലൊന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു. ഇത്രയും രാവിലെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇനി എങ്ങാനും ഓർഡർ ഇല്ലെങ്കിൽ ഞാനൊരു പില്ലോം കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ സൊമാറ്റോൻ്റെ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, സ്വിഗ്ഗി ഒരു ഫുൾ കൈയുള്ള ടീഷർട്ട് പോലും തരാറില്ല. ഇതിന് മുന്നേ എനിക്ക് സ്വിഗ്ഗി വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ന്യൂ ജോയിനി ഒറ്റ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഒരു ഫുൾ കൈ ടീഷർട്ട്. അപ്പോൾ ഞാൻ ഈ സൊമാറ്റോയുടെ ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്വിഗ്ഗി ടീഷർട്ട് ഇടാറാണ് പതിവ്. സോ ഇനി എങ്ങാനും നമുക്ക് ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പില്ലോം കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒന്നുമില്ല, ബൈക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പല സിറ്റുവേഷനിലും ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. മീൻസ് ഓർഡർ ഇല്ലാത്ത സിറ്റുവേഷനിൽ വീട്ടിൽ നിന്നൊരു തലേണയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര എളുപ്പമായിരുന്നേനെ എന്നുള്ളൊരു. ആക്ച്വലി പോർട്ടബിൾ കട്ടിൽ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 4999 രൂപയ്ക്ക് ഞാൻ മടക്കി വെക്കുന്ന ഒരു കട്ടിലുണ്ട്. പക്ഷെ അത് ബൈക്കിൻ്റെ മുകളിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഇല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കിടക്കാം. എൻ്റെ അനിയൻ കണ്ടില്ലേ കിടന്നുറങ്ങുന്നു. സമയം കണ്ട 5:50 അപ്പോൾ ഇനി നമുക്ക് ടൈം ഇല്ല. ആക്ച്വലി ടൈം ഇപ്പോൾ 6:15. സ്വാമിമാരൊക്കെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും പണിത്തിരക്കിലും സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ സോണിൽ എത്താനായിട്ടുണ്ട്. 6:15. 6 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഞാൻ കുറച്ചും കൂടെ നേരം പരപരാന്ന് പിലർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. ഇപ്പൊ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും രാവിലെ പോകേണ്ട തിരക്കിലാണ്. ഞാനിപ്പോൾ രാവിലെ ഇവിടെ സോണിൽ എത്തിയിരിക്കുകയാണ്. ഡെഡ്ലി സൈലന്റ് ആണ്. ഈ കിളികളുടെ സൗണ്ട് അല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പ്യുവർ സൗത്ത് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. പ്യുവർ സൗത്ത് ക്ലോസ് ആയിട്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ എങ്ങനെയാണ് ഓർഡർ അടിക്കുന്നത്? എത്ര റെസ്റ്റോറൻറ്റുകൾ തുറക്കുമെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ എത്തി ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക്, അതായത് ഡ്യൂട്ടി ഓൺ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഫസ്റ്റ് ഓർഡർ ഇൻസ്റ്റാമാർട്ട് പെട്ടെന്ന് തന്നെ അടിച്ച്. ഞാൻ വിചാരിച്ച് തലേണൊക്കെ സെറ്റാക്കി ഇനി കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഓർഡർ തന്നെ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞു ഗൈസ്. 20-25 കാണിക്കുന്നത്. അത് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മുതൽ 6 to 7 നമുക്ക് 15 രൂപ സർജ് ഉണ്ട്. അതുപോലെ തന്നെ 7 to 8 10 രൂപ സർജ് ഉണ്ട്. 12 to 2 10 രൂപ സർജ് ഉണ്ട്. അപ്പോൾ ഇത്രയും സർജ് ഡീറ്റെയിൽസ് ഉണ്ട്. വൈകുന്നേരത്തെ സർജ് അവർ അപ്ഡേറ്റ് ആക്കിയിട്ടില്ല. മേ ബി കുറച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ്. എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ വലിയൊരു കാര്യം മനസ്സിലായി. ഞാൻ രാവിലെ 6 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നേരെ സോണിലേക്ക് വന്നതാണല്ലോ. ശരിക്കും ഏർലി മോർണിംഗ് ഉണ്ടല്ലോ, വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് രാവിലെ ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് പണിക്ക് പോകാനായിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഈ വണ്ടിയിലൊക്കെ ഓടുന്ന ആൾക്കാർ, അതായത് സ്കൂൾ വണ്ടികൾ, മീൻ വണ്ടി, ഇങ്ങനെയുള്ള ട്രക്ക് കാര്യങ്ങളൊക്കെ അമ്മാതിരി ഫാസ്റ്റിലാണ് റോഡിൽ കൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത്. ഞാൻ ആക്ച്വലി 2 ലോറികളുടെ ഇടയിൽ കൂടെ കഴിച്ചിലായി പോകുന്നതാണ്. പിന്നെ അപ്പാപ്പന്മാരുടെ കാര്യം, ഒരു 60-65 അപ്പാപ്പന്മാർ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ലൈറ്റ് ഡിം ആക്കേയില്ല. ഫുൾ ബ്രൈറ്റിലാണ് തിരിച്ചിങ്ങോട്ടേക്ക് വരിക. നമുക്ക് കണ്ണ് പോലും കാണൂല. ഇവർക്ക് എത്ര ലൈറ്റ് സിഗ്നൽ ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല. പിന്നെ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്യുന്നവന്മാർ രാവിലെ ആകുമ്പോൾ വണ്ടി ഉണ്ടാവില്ല എന്നാണ് ഇവന്മാരുടെ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിചാരം. ഇവന്മാരുടെ എന്ന് ഉദ്ദേശിച്ചത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, 60-65 അപ്പാപ്പന്മാർ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരൊറ്റ പോക്കാ. അതേപോലെ 2 സൈഡിൽ കൂടെയൊക്കെ വണ്ടികൾ കണ്ടില്ലേ. രാവിലെ റോഡ് നെയിം ഒന്നും ഇല്ല ഗൈസ്. ഓപ്പോസിറ്റ് ഈ സൈഡിൽ കൂടെയൊക്കെ എൻ്റെ ലെഫ്റ്റ് ഭാഗത്തൂടെയൊക്കെ വണ്ടി ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോ റൂൾസ് ഫോർ രാവിലെ ഒരു 6 മണിക്ക് ശേഷം ഒരു 8 മണി വരെ. റൂൾസേ വേറെ.
അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ കൈ കിട്ടിയിരിക്കുകയാണ്. ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ഒരു ടൂറിസ്റ്റ് ഹോമിലേക്കാണ്. ഞാൻ ആക്ച്വലി രാവിലെ തന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ കിട്ടിയപ്പോൾ ഒരു വീട്ടിലേക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. രാവിലെ തന്നെ ടൂറിസ്റ്റ് ഹോമിലേക്ക് എന്തിനാണ് അപ്പോൾ ഇൻസ്റ്റാമാർട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഓർഡർ എടുക്കുന്നത് ഭയങ്കര സുഖമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിക്കണ്ട, തിരക്കണ്ട, വെയിൽ കൊള്ളണ്ട, ട്രാഫിക്കിൽ നിക്കണ്ട, ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. നല്ല തണുപ്പുണ്ട്, അങ്ങനത്തെ ചൂട് കാര്യങ്ങളൊന്നുമില്ല. എന്റെ പൊന്ന് ശബരിമലയ്ക്ക് നടന്നു പോകുന്ന നമുക്ക് എന്തായാലും കൊണ്ടു കൊടുക്കാനുള്ളത് പാളയത്തുള്ള ഓങ്കാർ ടൂറിസ്റ്റ് ഹോമിലേക്കാണ്. നമ്മുടെ തളി അമ്പലത്തിന്റെ ആ ഒരു ഏരിയയിലായിട്ട് വരും. സോ ഗോ ടു ഓങ്കാർ ടൂറിസ്റ്റ് ഹോം. ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ ആദ്യത്തെ ഓർഡർ വി സക്സസ്ഫുള്ളി ഡെലിവേർഡ്. 28 രൂപയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഓർഡർ എപ്പോൾ അടിയാനാണോ എന്ന്. ഇവിടെ ആണെങ്കിൽ ടൗൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് തലേണയൊന്നും വെച്ച് ബൈക്കിന്റെ മുകളിൽ കിടക്കാനും പറ്റൂലടേ. ആൾക്കാരെന്ത് വിചാരിക്കും? എന്റെ മോനെ, രണ്ടാമത്തെ ഓർഡർ പിള്ളേർ സ്നാക്സ് 35 രൂപയുടെ ഓർഡറോ? ഈശ്വര, രാവിലെ തന്നെ വീക്ഷണകോണക്കാൻ തെറ്റിയോ? ഗൈസ്, നമുക്കിപ്പോ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പിള്ളേർ സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മനോഹരൻ പിള്ളയുടെ കടയുണ്ട്. നല്ല കിടിലൻ വടയും മസാല ദോശയൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. അവിടെ നിന്നാണ് നമുക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത്. 35 രൂപയുടെ ഓർഡറാണ്. സോ ഗോ ടു പിള്ളൈ സ്നാക്സ്. അങ്ങനെ നമ്മുടെ പിള്ളൈ സ്നാക്സിൽ എത്തിയിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ്ലി ആയിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആട്ടോ. ഇവിടെ 6:55 നമുക്ക് ഓർഡർ റെഡി ആയി കിട്ടുന്നത്. അപ്പോൾ അടുത്ത സ്വിഗ്ഗിക്കാരൻ വരുന്നു. പുള്ളിക്കാരൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ നമുക്ക് രാവിലത്തെ ഓർഡറിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ചോദിച്ചറിയാമായിരുന്നു. ഇങ്ങനെ രാവിലെ ഓർഡർ ഉണ്ടാവാറുണ്ടോ? അപ്പൊ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ പിള്ളൈ സ്നാക്സും പിന്നെ നമ്മുടെ പുതിയ പാലം ഭാഗത്ത് ഒരു ശ്യാമ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ഈ 2 റെസ്റ്റോറന്റുകൾ മാത്രമാണ് രാവിലെ നമുക്ക് ഓർഡർ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇൻസ്റ്റാമാർട്ടിന്റെ കഥ അറിയില്ല, അത്യാവശ്യം ഓർഡർ ഉണ്ടാവും തോന്നുന്നു. പക്ഷെ ഇത് എല്ലാ ദിവസവും അപ്ലിക്കേബിൾ അല്ലാന്നും കൂടെ പുള്ളി പറയുന്നുണ്ട്. ഇന്നെന്താണെന്ന് അറിയില്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വേറൊരു സ്വിഗ്ഗി ഡെലിവറിക്കാരൻ പോകുന്നു. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ഓർഡർ കിട്ടിക്കൊള്ളും നിർബന്ധമില്ല. പല ദിവസങ്ങളിലായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ ഫുഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രീം സിറ്റി അപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്കിത് കൊണ്ടു കൊടുക്കാനുള്ളത്. നെയ്റോസ് മാറിപ്പോയോ? വെക്കാൻ മറന്നോ? ഇതാ ഇപ്പൊ ഇത് എനിക്ക് കംപ്ലൈന്റ് വരുമായിരുന്നു. പുള്ളിക്കാരനോട് ഫുഡ് വെച്ചത് മാറിപ്പോയ പോലെ. ഞാൻ അവിടെ എത്തിയിട്ട് കസ്റ്റമർ എന്നെ വിളിക്കും, കസ്റ്റമർ ഓർഡർ ചെയ്ത നെയ്റോസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനായി? എനിക്കിത് പൊളിച്ചു നോക്കാൻ പറ്റുമോ? ഗൈസ്, ഈ പറയുന്നത് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനോടാണ്. നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് മാറിപ്പോവോ മിസ്സാവോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഹോട്ടലുകാർ തന്നെയാണ്. നോട്ട് ദ പോയിന്റ്, പാക്കേജ് പൊട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതായത് ഇപ്പോൾ അവർ പാക്ക് ചെയ്തിരുന്ന ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും അതിനകത്ത് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റം മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെ വിളിച്ചിട്ടോ എന്നെ വിളിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം എനിക്കറിയില്ല നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെയാണോ എന്ന്. കാരണം അവർ പൊതിഞ്ഞ് വരുമ്പോൾ നമ്മളെങ്ങനെയാണ് നോക്കുക? ഇത് പൊട്ടിച്ചിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. ഇനി അഥവാ പൊട്ടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വല്ലതും എടുത്ത് കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ ഫുഡ് എടുത്ത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുള്ളൂ. സോ ഞങ്ങളല്ല അതിന് ഉത്തരവാദി. നിങ്ങൾ സ്വിഗ്ഗി കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുള്ള പരിഹാരം കാണുക. സോ ഞങ്ങളെ വിളിച്ചിട്ട് യാതൊരുവിധ കാരണവും ഉണ്ടായിരിക്കുന്നതല്ല. സോ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. C3ലേക്ക് 5ാമത്തെ ഫ്ലോറ്. ഈ ഒരു ഓർഡറിന് എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവരെനിക്ക് അപ്പം തന്നെ ഫുഡ് മാറ്റി തന്നു. ഗീ റോസ്റ്റ് ഓർഡർ ചെയ്ത കസ്റ്റമർക്ക് ഇപ്പം മസാല ദോശ കിട്ടേണ്ടതായിരുന്നു. 5ാമത്തെ ഫ്ലോർ എത്തി ഗൈസ്, C3. ഇത് ഫുള്ള് F ആണല്ലോ. ഈ സെക്യൂരിറ്റിക്കാരനെ ഞാൻ കൊല്ലും. ഇയാൾ എന്നോട് 5-ലെന്നല്ലേ പറഞ്ഞു? ഇത് ആക്ച്വലി 3-ലാണ്. അതായത് പല ഫ്ലാറ്റുകളും പല ടൈപ്പിലാണ്. ഇപ്പൊ ഈ ഫ്ലാറ്റ് A എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ, B എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോർ, C എന്ന് പറയുന്നത് തേർഡ് ഫ്ലോർ. സോ നമുക്ക് C3ലാണ് പോകേണ്ടത്. സോ ഇത് തേർഡ് ഫ്ലോറിലാണ്. കണ്ടില്ലേ? C1, C2, C3. സോറി, സെക്കൻഡ് ഫ്ലോർ. അതായത് ഇതിന്റെ A എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്.
ഗൈസ് സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം മുതൽ നമുക്ക് 10 രൂപ അഡീഷണൽ സർജ് ഉണ്ട്. ഇന്ന് ആക്ച്വലി 22 ഓർഡറാണ് നമ്മുടെ ലാസ്റ്റ് ഇൻസെൻറ്റീവ് സ്ലാബ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം പഴയ ബോക്സിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 7 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തിയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം മേ ബി ഞാൻ 18 ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് ആയിരിക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്യുക. 22 എണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അപ്പോഴത്തേക്കും പറ്റുമോ എന്നറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ഓർഡർ എടുത്തിട്ട് പോവാം. അടുത്ത ഓർഡർ അടിഞ്ഞ് ഗൈസ്. ശരിയോ, ഇന്ന് നല്ല ഓർഡർ ഉണ്ടായിട്ടാണോ ഇതിങ്ങനെ? എന്തായാലും വേണ്ടില്ല, നമുക്ക് മൂന്നാമത്തെ ഓർഡറായി. വീണ്ടും ഇൻസ്റ്റാമാർട്ട് 25 രൂപയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വീണ്ടും ഇൻസ്റ്റാമാർട്ടിലേക്ക് തന്നെ ഓർഡർ കിട്ടിയത് എന്തുകൊണ്ടും നന്നായി. നമുക്ക് നേരത്തെ ഒരു സിൽവർ ടൈപ്പ് ബാഗ് കിട്ടിയിരുന്നു, അത് നമുക്ക് ഇവിടെ കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ പിക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഓർഡർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 140 സംതിങ് എങ്ങാണ്ട് രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 100 രൂപയായിട്ട് ഇറങ്ങിയതാണ്. വേറെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. പെട്രോൾ അടിക്കാൻ പോലും ആക്ച്വലി ആ 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്കൊരു 300 രൂപയുടെ അടുപ്പിച്ച് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഒരു പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വിഗ്ഗിയുടെ അതേമാരത്തെ 2 ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പൊ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല. ഓർഡറും വലിയതായിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു 2 ഓർഡറിൽ ഇതേപോലെ തന്നെ ഒരു 500 രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപകരിക്കാനാവും. സമയം ഇപ്പൊ 2:45 നമ്മൾ രാവിലെ വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ പിന്നെ വീഡിയോ ഓൺ ആക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അത്ര സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാനില്ലായിരുന്നു. അതുപോലെ തന്നെ നല്ല ഓർഡർ ആയിരുന്നു ഗൈസ്. ഇന്ന് ഇത്രയും സമയമായിട്ട് എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒരു 11 മണിക്ക് ശേഷം കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇന്ന് ഈ സമയം വരെ നല്ല നിരത്തി ഓർഡർ ആയിരുന്നു. ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇതാണ് എൻ്റെ ലാസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. സമയം 2:45 ആക്ച്വലി 4 മണി വരെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴത്തേക്കും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. 2:45 ആകുമ്പോഴത്തേക്കും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എൻ്റെ 22ാമത്തെ ഓർഡറാണ് ഗൈസ് ഇത്. 12 മണി മുതൽ 2 മണി വരെ നമുക്കൊരു 10 രൂപ അഡീഷണൽ സർജ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് സർജ് മാത്രമായിട്ട് നമുക്കൊരു 110 രൂപ ബോണസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഏണിങ്സും പറയുകയാണെന്നുണ്ടെങ്കിൽ 750 രൂപയുടെ മുകളിൽ ഏകദേശം വന്നിട്ടുണ്ട്. 122 കിലോമീറ്റർ ഒരു 3 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഓടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേണയൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ സ്വിഗ്ഗിയെ ഊക്കി വിടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സ്വിഗ്ഗി എന്നെ തിരിച്ചു ഊക്കിയാണ് ഗൈസ്. എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല, ആട്ടപ്പടല ഓടിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കിട്ടിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും. ഞാൻ രാവിലെ ഇറങ്ങിയവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇന്ന് അത്യാവശ്യം ഓർഡർ ഉണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ വെറുതെ ഇരിപ്പിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ നല്ലോണം ഓടിപ്പിക്കാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ നമ്മുടെ ഒരുപാട് റെസ്റ്റോറന്റുകളൊന്നും അവൈലബിൾ അല്ല. ഒട്ടുമിക്ക റെസ്റ്റോറന്റുകളും ക്ലോസ്ഡ് ആണ്, തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഉള്ള റെസ്റ്റോറന്റ് തന്നെ മിക്കതും വെജ് റെസ്റ്റോറന്റ് ആണ്. ഇപ്പൊ പിന്നെ മണ്ഡലമാസം ആയതുകൊണ്ട് മേ ബി വെജ് റെസ്റ്റോറന്റുകളിൽ നല്ല ഓർഡർ ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ലാസ്റ്റ് ഓർഡർ എടുക്കാനുള്ളത് നമ്മുടെ ഷേറി പഞ്ചാബ് എന്നാണ്. ഷേർ പഞ്ചാബ് നല്ല റെസ്റ്റോറന്റ് ആണ്. ഇവിടെ ഒരു പഞ്ചാബി റെസ്റ്റോറന്റ്, നല്ലൊരു പഞ്ചാബി സ്റ്റൈലിലുള്ള റെസ്റ്റോറന്റ് ഇത് മാത്രമേ ഉള്ളൂ. 6372 वो एक्शन कैमरा, एक्शन कैमरा GoPro. फोटो नहीं है वो यूट्यूब वीडियो. എന്റെ പൊന്നെ കയ്യിൽ വെക്കാൻ പറ്റുന്നില്ല, വബ്ബാരെ ചൂട് കേട്ടോ. ഇവിടെ ആക്ച്വലി നല്ല രസമാണ് ഇവിടുത്തെ ചായയൊക്കെ. ഒരു പഞ്ചാബി ഫുൾ ഇവിടെ നടത്തുന്നതും ഒരു നമ്മുടെ പഞ്ചാബി തലക്കെട്ടൊക്കെ നിർത്തിയിട്ടുള്ള ഒരു സിക്കുകാരനാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് പൊറ്റമ്മൽ ഭാഗത്തേക്കാണ്. പൊറ്റമ്മൽ ക്യൂൻസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലേക്കാണ്. സോ വി ആർ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ. ഗൈസ് ഒന്നും പറയണ്ട, സമയം ഇപ്പം 4 മണിയായി. ഞാനിപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് കാലമായിട്ട് സ്വിഗ്ഗിയിൽ പോയിട്ട് ഇത്ര നേരത്തെ വരുന്നത് ആദ്യമായിട്ടാണ്. മറ്റു നമ്മൾ എത്തുമ്പോഴത്തേക്ക് 9 മണി 10 മണിയൊക്കെ എന്തായാലും ഏണിങ്സ് ആയിട്ട് അതിനനുസരിച്ച് നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഞാൻ ഇന്നൊരു 3:30 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഒരു ടാർഗറ്റ് ഏണിങ്സ് അച്ചീവ്മെൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഓർഡർ എടുത്തില്ല. നമ്മൾ അധികം ആഗ്രഹിക്കരുത്, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് മെല്ലെ മെല്ലെ പോയാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോവാം. അപ്പം ഞാൻ ഇന്ന് രാവിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്വിഗ്ഗിയെ ഊക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷേ എൻ്റെ ഈ പില്ലോ വേസ്റ്റായി ഗൈസ്. ഞാൻ ഈ പെട്ടിയിൽ സെറ്റാക്കി വെച്ചായിരുന്നു. ഈ പില്ലോ അങ്ങനെ തന്നെ അവിടെ വെക്കേണ്ടി വന്നു. എനിക്കത് എടുക്കേണ്ടി വന്നില്ല. ഓക്കെ, രാവിലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു.
രാവിലെ മാത്രമല്ല, എനിക്കൊരു 10 മണിക്ക് ശേഷം കുറച്ചൊരു അരമണിക്കൂർ മാത്രമേ എനിക്കൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എന്നെ നിൽക്കാൻ സമ്മതിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. എന്തുതന്നെയാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഏണിങ്സ് വന്നിട്ട് 778 രൂപയാണ്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ഒരു 300 രൂപയോടെ നമുക്ക് ഇൻസെൻറ്റീവ് കയറാനുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റൗണ്ട് ഓഫ് ഫിഗർ 800 നമ്മുടെ ഇപ്പോൾ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 300 അഡീഷണൽ ഇൻസെൻറ്റീവ് വരികയാണെങ്കിൽ 800 + 300 1100. ഞാൻ ഇന്ന് മൊത്തത്തിൽ ഓടിയത് 150 കിലോമീറ്റർ ആണ്. 150 കിലോമീറ്ററിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 270 മുതൽ 300 രൂപയുടെ പെട്രോളാണ്. അപ്പോൾ 300 രൂപ തന്നെ നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 1100 നിന്നും 300 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 800 രൂപേൻ്റെ അടുത്ത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. ചായ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ട് എനിക്ക് അതിൻ്റെ എക്സ്പെൻസ് വന്നില്ല. വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എക്സ്പെൻസ് നമ്മൾ ചെയ്തിട്ടില്ല, പെട്രോൾ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.